ഈ ഉരുണ്ട് മറിഞ്ഞ് മേത്ത് മുഴുവൻ ചെളിയായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടും വീണ്ടും ഉരുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി മറ്റ് 10 കള്ളങ്ങളും അതിനെ മറയ്ക്കാൻ വേണ്ടി 100 കള്ളങ്ങളും ഇവിടെ ഒരു ചാനൽ ചർച്ചയിൽ വന്ന് പറയുകയാണ്. കാരണം ഇത് കേരളത്തിലെ പ്രേക്ഷകർ, പ്രത്യേകിച്ച് വിശ്വാസികൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒന്നാമത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ എന്ത് വിശ്വാസമാണുള്ളത്? ശബരിമലയെ തന്നെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞ, തന്ത്രിയെ അധിക്ഷേപിച്ച, അവിടെ ആചാരലംഘനം നടത്താൻ വേണ്ടി ശ്രമിച്ച ഇവരാണ് ശബരിമലയെ സംരക്ഷിക്കുന്നത്, അയ്യനെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെയൊക്കെ സ്വഭാവം എന്താണ് ആ കാര്യത്തിൽ നമുക്കറിയാം. അവിടെ അയ്യപ്പന്റെ വിഗ്രഹത്തിന് ആരെങ്കിലുമൊക്കെ തണലൊരുക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത്. അരുൺ ഇവിടെ പറഞ്ഞു, ഇത് ഞാൻ ആദ്യമായി ചർച്ചയിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി അത് പിണറായി വിജയനോട് ചോദിച്ചാൽ മതി. കാരണം അതിലും വലിയ പൊതി പിണറായി വിജയൻ മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിണറായി വിജയനോടും കുടുംബത്തോടും ചോദിക്കുക. പിണറായി വിജയനോട് പറ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് തള്ളിക്കളയാൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന് ഒന്ന് തള്ളിപ്പറയാൻ പറ. സ്വർണം കെട്ട്, ശബരിമലയിലെ സ്വർണം കെട്ട ആ കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറും ഇപ്പോഴും നിങ്ങളുടെ പാർട്ടി തന്നെയല്ലേ? ശബരിമലയിലെ സ്വർണം കെട്ടവരല്ലേ? ഇതുപോലെ സ്വർണ്ണക്കള്ളന്മാർ എന്നിട്ട് പാർട്ടി വെച്ചോണ്ടിരുന്നിട്ട് ഇപ്പൊ ഒന്ന് വീണ്ടും ഇങ്ങനെ ഇന്ന് ഈ നുണ പറയാൻ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റും ഒക്കെ, ഈ പ്രശാന്ത് കള്ളന് കഞ്ഞി വെച്ചവൻ, ഈ പത്മകുമാർ കള്ളൻ, ഈ കടകംപള്ളി ഇത് അറിഞ്ഞുകൊണ്ടല്ലേ ഇത്? അവരൊക്കെ ഇപ്പോഴും CPM തന്നെയല്ലേ? എന്നിട്ട് അവരിവിടെ മറച്ചു പിടിക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് ന്യായീകരണം പറയാ. ഇവിടെ നിയമലംഘനം നടന്നു എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നേ? അവിടെ കൊണ്ടുപോയ സ്വർണ്ണത്തകിട് അല്ലെങ്കിൽ ആ ദ്വാരപാലക ഫലകത്തിന്റെ വെയിറ്റും കൊണ്ടുവന്നതും തമ്മിൽ 4 കിലോ വ്യത്യാസമുണ്ട്. അതെന്നാ വായുവിൽ മാഞ്ഞു പോയോ? അന്ന് ദേവസ്വം ബോർഡിന് അവിടെ പേനയില്ലായിരുന്നോ ഇത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ? അതല്ലേ കോടതി ചോദിച്ചേ. എന്നിട്ട് നിങ്ങളുടെ ദേവസ്വം ബോർഡ് കഴിഞ്ഞ 6 കൊല്ലമായിട്ട് എന്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു? ആ 4 കിലോ എവിടെ പോയി എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? കോടതി സുവമോട്ടോ കേസെടുക്കേണ്ടി വന്നില്ലേ? അത് മാത്രമല്ല, സ്വർണം പൊതിഞ്ഞ ക്ലാഡിംഗ് എന്നതിന് പകരം നിങ്ങളോട് ആര് പറഞ്ഞു അത് ചെമ്പ് തകിട് എന്ന് എഴുതി കൊടുക്കാൻ? അത് തന്നെയല്ലേ കോടതി ചോദിച്ചേ. കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഈ ദേവസ്വം ബോർഡിന് അത് എന്തുകൊണ്ടാ അങ്ങനെ എഴുതി കൊടുത്തതെന്ന് അന്വേഷിക്കാൻ പറ്റിയിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്വർണം കട്ടെടുക്കാൻ കൂട്ടുനിന്നത് ദേവസ്വം ബോർഡാണ്. ആ പ്രസിഡന്റും ഈ മന്ത്രിയും ഇതിന് മറുപടി പറയണം. ആ കട്ടെടുത്തവരെ സംരക്ഷിക്കാൻ കള്ളന് കഞ്ഞി വെക്കുവാണ് ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഇവിടെ അരുൺ പറയണല്ലോ 2023 ഇവിടെ കോടതി നിർദ്ദേശമുണ്ടായത്. ശരി, അങ്ങനെയാണെങ്കിൽ 2023 നിർദ്ദേശപ്രകാരം 2025 എന്തുകൊണ്ട് കോടതിയെ അറിയിച്ചില്ല? 2025 ഇതേ ദുരൂഹ സാഹചര്യത്തിലുള്ള ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും എന്തിനാണ് നിങ്ങളിത് ഏൽപ്പിക്കാൻ പോയത്? എന്തിനേൽപ്പിച്ചു? അയാൾ ഒരു ഡ്യൂബിയസ് ആണ് എന്ന് കേരളത്തിന് മുഴുവൻ അറിയാവുന്ന, ഇനി കേരളത്തിൽ അറിയില്ല എന്ന് വെക്കുക, ഈ ദേവസ്വം ബോർഡിന് അറിയാവുന്ന ഈ ഡ്യൂബിയസ് ക്യാരക്ടറിനെ വീണ്ടും എന്തിന് 2025 നിങ്ങൾ ഇതിന്റെ മെയിൻ്റനൻസിന് പറഞ്ഞയച്ചു? അവിടെയല്ലേ ഇതിന്റെ പ്രശ്നം? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമരുണേ, ഈ സ്വർണം, ആ ശബരിമല അയ്യന്റെ സ്വർണം കട്ടെടുത്തവരാണ് നിങ്ങൾ. ആ കട്ടെടുത്തവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് ഒരുങ്ങി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഒരൊറ്റ വാക്കും കൊണ്ട് തള്ളിപ്പറയണ്ടേ? ഇത്രയും വലിയ ഒരു തട്ടിപ്പ്, കാട്ടുകൊള്ള ശബരിമലയിൽ നടന്നിട്ട് ആ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവരെ തള്ളിപ്പറയാൻ ഇന്ന് CPM സാധിക്കാത്ത എന്താ? നിങ്ങളാണ് കട്ടെടുത്തത്. എന്നിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തി ഇതിന്റെ പശ്ചാത്താപം മുഴുവൻ പ്രായശ്ചിത്തമായിട്ട് അങ്ങ് തീർക്കാം എന്നൊന്നും വിചാരിച്ചാൽ ഇതൊന്നും അയ്യൻ ക്ഷമിക്കില്ല, ഇതൊന്നും കേരളത്തിലെ വിശ്വാസികളും ക്ഷമിക്കില്ല, ഇനി വിശ്വാസിയല്ലാത്ത പൊതുസമൂഹം ഇതൊന്നും ക്ഷമിക്കാൻ പോകുന്നില്ല. രാഷ്ട്രീയ പ്രസ്ഥാനം, അതായത് പ്രധാനമായ ഭരണകക്ഷി CPM അതിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ അധികാരികളും ഒക്കെ തന്നെ പച്ചക്കള്ളമാണ് കേരളത്തിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്നത് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെന്തോ പൊട്ടന്മാരാണ് എന്ന കണക്കിനാണ് അവരുടെ മറുപടിയും വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് ഒരു കാര്യത്തിൽ സംശയമില്ല. വിജയ് മല്യ ഈ പറയുന്നത് പോലെ 30 കിലോ സ്വർണം വെച്ച് അവിടെ ഗോൾഡ് ക്ലാഡിംഗ് നടത്തി എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു സംശയമില്ല. 2025 അതിൻ്റെ ഒരു മെയിൻ്റനൻസിന് പോയപ്പോഴാണ് കോടതി സ്വയമേ കണ്ടെത്തി 2019 ഒരു മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ട് എന്നത് കണ്ടെത്തി എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. 2019 നടന്ന ഇറഗുലാരിറ്റീസിനെ പറ്റി ബഹുമാനപ്പെട്ട കോടതി തന്നെ ആ കോടതി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട അരുൺകുമാർ പറഞ്ഞതുപോലെയൊന്നുമല്ല, ഈ കാര്യത്തിന് വേണ്ടി തന്നെയാണ് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അരുൺകുമാർ താങ്കൾ പറഞ്ഞ 12ാമത്തെ പോയിന്റിന്റെ തൊട്ട് മുമ്പിലത്തെ 11ാമത്തെ പോയിന്റ് ആ കോടതി വിധിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: These irregularities are of the gravest order. വളരെ ഗുരുതരമാണ്. Striking at the very core of the integrity and transparency that must guide the administration of a temple of such sanctity and public trust.
ഒരു അമ്പലത്തിൻ്റെ ഏറ്റവും പരിപാവനമായ ഒരു പബ്ലിക് ട്രസ്റ്റിൻ്റെ ഏറ്റവും ഉത്തരവാദിത്വപൂർണമായ ഏറ്റവും സുതാര്യമായ ഒരു സംവിധാനത്തിൻ്റെ ഏറ്റവും കളങ്കമാണ് ഈ ഇറഗുലാരിറ്റീസും അതുപോലെ തന്നെ ഉണ്ടായിരിക്കുന്നതും. അതുകൊണ്ട് they warrant nothing less than a complete, foolproof and expeditious inquiry by an officer of unimpeachable diligence and integrity. അങ്ങനെ പറഞ്ഞിട്ടാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചത്. അല്ലാതെ മാനത്തെന്ന് എടുത്തൊരു അന്വേഷണം പ്രഖ്യാപിച്ചതല്ല, അല്ലാതെ ദേവസ്വം വിജിലൻസ് തന്നെ എടുത്ത അന്വേഷണമല്ല. ഇവിടെ കോടതി കണ്ടെത്തിയ ഇറഗുലാരിറ്റീസ് അത് ട്രാൻസ്പെറൻ്റ് അല്ല, അല്ലെങ്കിൽ അത് സുതാര്യമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ്. എന്തൊക്കെയാണ് ഇറഗുലാരിറ്റീസ്? അവിടെയാണ് നമ്മൾ പ്രശാന്തിൻ്റെ റോളും, അവിടെയാണ് പത്മകുമാറിൻ്റെ റോളും, അവിടെയാണ് കടകംപള്ളിയുടെ റോളും, അവിടെയാണ് വാസവൻ്റെ റോളും ഉള്ളത്. കാരണം എന്താ, 2019 ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇറഗുലാരിറ്റി നടന്നു. എന്തൊക്കെ ഇറഗുലാരിറ്റി? അവിടെ നിന്ന് കോടതിയുടെ അനുമതിയില്ലാതെ ദ്വാരപാലക ഫലകവും പീഠവും അവിടെ നിന്ന് മെയിൻ്റനൻസിന് കൊടുത്തു വിടാൻ തീരുമാനിച്ചു. ഒന്നാമത്തെ ഇറഗുലാരിറ്റി. 2, ഉണ്ണികൃഷ്ണ പോറ്റി എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ യാതൊരു വിധത്തിലുള്ള നിയമ സാധുതയുമില്ലാതെ ഇത് കൊടുത്തുവിട്ടു. ഇത് 2ാമത്തെ ഇറഗുലാരിറ്റി. ദേവസ്വം വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമില്ലാതെ ഇത് കൊടുത്തുവിട്ടു. 3ാമത്തെ ഇറഗുലാരിറ്റി. ഉദ്യോഗസ്ഥർ ഇതിനെ ചെന്നൈ വരെ അനുഗമിച്ചില്ല. 4ാമത്തെ ഇറഗുലാരിറ്റി. ഇത് കൊണ്ടുപോയപ്പോഴുള്ള വെയിറ്റും വന്നപ്പോഴുള്ള തിരിച്ചു കൊണ്ടുവന്നപ്പോഴുള്ള വെയിറ്റും തമ്മിൽ 4 കിലോയിലധികം വ്യത്യാസമുണ്ട്. കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഈ 4 കിലോയിലുള്ള വ്യത്യാസം അത് ദേവസ്വം ബോർഡ് റെക്കോർഡ് ചെയ്തില്ല. ദാറ്റ് ഈസ് എ ഷോക്കിംഗ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് എ ഷോക്കിംഗ് സർപ്രൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേവസ്വം ബോർഡിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, സീരിയസ് അഡ്മിനിസ്ട്രേറ്റീവ് ലാപ്സ് നടന്നിട്ടുണ്ടെന്ന് കോടതി പറയുന്നു. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനം, ഇറ്റ് ക്യാൻ ബി ഇന്റൻഷണൽ. ഇത് മനഃപൂർവ്വമായി ഇന്റൻഷനലായി ഒരു കാര്യത്തിന് ചെയ്തിരിക്കുന്നതാണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതും മാത്രമല്ല, 39 ദിവസം ഇത് കൊണ്ടുപോയി കഴിഞ്ഞ് ഈ ഉണ്ണികൃഷ്ണ പോറ്റി സ്വന്തം കയ്യിൽ വെച്ചു. ആരുടെ കയ്യിൽ വെച്ചു? എവിടെ വെച്ചു? എന്തിനു വെച്ചു? ഇതേവരെ ദേവസ്വം ബോർഡ് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരണം കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെയാണ് പത്മകുമാറിന്റെ റോള്. കാരണം കോടതി പറയുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ക്ലാഡിംഗ് എന്നതിന് പകരം മിയർ കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി വെച്ചു. എന്ന് പറഞ്ഞാൽ സ്വർണം പൂശിയ ഈ തകിടുകൾ എന്നതിന് പകരം ചെമ്പ് തകിടുകൾ എന്ന രജിസ്റ്ററിൽ എഴുതി വെച്ചു. ആരെഴുതി വെച്ചു? അന്നത്തെ ദേവസ്വം ബോർഡ് എഴുതി വെച്ചു. ആരാണ് ഇതിന്റെ ഉത്തരവാദി? പത്മകുമാറാണ് അതിന്റെ ഉത്തരവാദി. ആരാണ് അതിന്റെ ഉത്തരവാദി? കടകംപള്ളിയാണ് ഉത്തരവാദി. ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? ഈ ഉണ്ണികൃഷ്ണ പോറ്റിയെ പോലെയുള്ള ചില ആളുകൾക്ക് ശബരിമലയെ വിറ്റ് തിന്നാൻ അതിന്റെ കൂട്ടുകച്ചവടം നടത്തിയതാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇല്ലെങ്കിൽ ചെമ്പാണ് അത് എന്ന് എങ്ങനെയാണ് ഇവരറിഞ്ഞത്? നമ്മളൊക്കെ കണ്ടതല്ലേ, ലോകം കണ്ടതല്ലേ. വിജയ് മല്യ 30 കിലോ സ്വർണം പൂശി 2.5 കിലോ വീതം 2 ദ്വാരപാലക ഫലകത്തിൽ പൂശി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് 30 കിലോ വേണ്ട, 2.5 കിലോ വേണ്ട, 2 ഗ്രാം സ്വർണ്ണമെങ്കിലും വേണ്ടേ? 2 ഗ്രാം. ചെന്നൈയിലെ ഏജൻസി പറയുന്നത് എന്താ? ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോ പൂർണ്ണമായി ചെമ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നിന്റെയും ബാക്കി ഞങ്ങൾ ചെയ്യാൻ പോയിട്ടില്ല, ഞങ്ങളുടെ കൈവശം കിട്ടിയത് കോപ്പറാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ്.